ടെക് ഫോർ വ്ളോഗിന്റെ കൃഷി ചലഞ്ചിന്റെ 18ാം ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മ ഇന്ന് നടാൻ പോകുന്നത് മാങ്ങിഞ്ചിയും ബ്രഹ്മിയുമാണ്. നടാൻ പോകുന്നത് മാങ്ങിഞ്ചിയാണ്. ഇന്നലെ നമ്മുടെ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന സായി നട്ടിരുന്നു, എന്നാലും ഞാൻ നട്ടിരുന്നു. ഇത് വീടുകളിൽ ചമ്മന്തി അരയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. നല്ല മണമുണ്ട. ഇത് ഒരു കട നട്ടിട്ടുണ്ടെങ്കിൽ ഒരു നേരത്തേക്കുള്ള ചമ്മന്തിക്കുള്ള വക റെഡിയാണ്. അപ്പൊ നമുക്കിനി നടാം. ബ്രഹ്മിയെ കുറിച്ച് എന്നേക്കാൾ നന്നായി കലകൃഷൻ പറഞ്ഞുതരും. ഇതെന്താണെന്ന് അറിയോ? ബ്രഹ്മി. ഇതിന്റെ ആവശ്യകത എന്താണെന്ന് അറിയോ? ചെറിയ കുട്ടികൾ 6 മാസം പ്രായം മുതൽ ഒരു 5 വയസ്സായ കുട്ടികൾക്ക് വരെ വയറ്റിൽ ശോധന കുറവാണെങ്കിൽ ഇതിൻ്റെ ഒരു 5 or 6 തണ്ടെടുത്ത് ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ തണ്ട് പിഴിഞ്ഞ് അതിൻ്റെ 1 സ്പൂൺ നീര് കുട്ടികൾക്ക് കൊടുത്താൽ പിറ്റേ ദിവസം നല്ല ശോധന കിട്ടും. അതുകൂടാതെ ഇതിൻ്റെ ബ്രഹ്മീകൃതം എന്ന് പറഞ്ഞൊരു വസ്തുണ്ട്. അത് കുട്ടികൾക്ക് ബുദ്ധി വികാസത്തിനും ഏറ്റവും നല്ല സാധനമാണ്. പഴയ കാലത്തും അത് നമ്മുടെ കാരണന്മാരും എല്ലാവരും കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു വസ്തുവാണ് ഇത് ബ്രഹ്മീകൃതം. അത് ഇതിൻ്റെ നീര് എടുത്തിട്ട് 1 ഗ്ലാസ് നീരുണ്ടെങ്കിൽ 1 ഗ്ലാസ് പശുവിൻ നെയ്യും ചേർത്ത് പിന്നെ ആയുർവേദ മരുന്നുകളും കൂട്ടിച്ചേർത്ത് ചേരുവുണ്ടാക്കി ഘൃതം ഉണ്ടാക്കിയിട്ട് അരിച്ച് വെച്ച് കുട്ടികൾക്ക് കൊടുക്കും. 1 സ്പൂൺ കൊടുത്താൽ നല്ല പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല സാധനം. തേൻ കൊടുക്കില്ല നമ്മൾ, അതേപോലെ രാവിലെ ഘൃതവും കൊടുക്കും. ഇത് പിന്നെ ഈ വസ്തു തോടിൻ്റെയും കുളങ്ങളുടെ അവിടെയും തന്നെ ഉണ്ടാവുന്നതാണ്. ഇത് വർഷക്കാവുമ്പോൾ നശിച്ചു. അതിൻ്റെ പേരിൽ നമ്മളെപ്പോഴും നമ്മളെ അത്യാവശ്യത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ പറമ്പിൽ ഒരു ഗ്രോ ബാഗിൽ ഇത് ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ കണ്ടില്ലേ അവിടെ ഞാൻ കൃഷി ചെയ്യുന്നത്, അതുപോലെ ഒരു കൂട് ഉണ്ടാക്കിയാൽ മതി. ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാം. മനസ്സിലായോ? അപ്പോൾ ഇത് കൃഷി. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ബ്രഹ്മിയെ കുറിച്ച് കുറെ കാര്യങ്ങൾ കലകൃഷൻ പറഞ്ഞില്ലേ, ഇനി നമുക്ക് ഇത് നടാം. ചലഞ്ച് ഏറ്റെടുത്തവരുടെ ഫോട്ടോസും വീഡിയോസും കാണാം. ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഞാൻ ടെക് ഫോർ വ്ളോഗിന്റെ കൃഷി ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. അതാണ് ഇവിടെ ഒരു പയർ വിത്താണ് ഞാൻ നടാൻ പോണത്. നമുക്ക് വെള്ളം ഒഴിച്ചു. ബൈ. നടാൻ പോകുന്നത് പാവയ്ക്ക, കുരുവും പയറുമാണ്. കണ്ടില്ലേ, ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കായിരുന്നു. ഇനി നമുക്ക് പയറ് നടാം. നനയ്ക്കണ്ടേ? നനച്ചു കൊടുക്കാം. ഇത് ചലഞ്ച് 18ാം ദിവസം ഞങ്ങൾ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ചെടിയൊക്കെ ഏകദേശം വലുതായി. അപ്പുറത്ത് എല്ലാ സൈഡിലൊക്കെ വലുതായി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ കിച്ചുവിന്റെ കൃഷി ചലഞ്ച് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. കിച്ചുചേട്ടന്റെ കൃഷി ചലഞ്ചിൽ ഞാൻ നടാൻ പോകുന്നത് പയറ് വിത്താണ്. ഇത് കുറ്റിപ്പയറ് വിത്താണ്. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം വിത്തൊക്കെ ഒരു ചെടിച്ചട്ടി നട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ചാക്കിക്ക് ഇച്ചിരി വലുതായിട്ട് ചാക്കിക്ക് മാറ്റാണ്. ഇത് കുമ്പളങ്ങയുടെ തൈയാണ്. ഞാനിവിടെ പായ നടുന്നതിന് നിലം ഒഴിക്കുകയാണ്. പായ നട്ടിരുന്ന സ്ഥലത്ത് നിന്ന് പറിച്ചു കൊണ്ടുവന്ന് നട്ടു. ഇതാണ് ഇന്നത്തെ എൻ്റെ കൃഷി ചലഞ്ച്. ഈ കൃഷി ചലഞ്ച് ആരോഗ്യ കുട്ടിയെ സഹായിക്കാൻ ഞാനും കൂടുന്നു. ഫാസ്റ്റ് ഫുഡ് തേടിപ്പോയപ്പോൾ കാച്ചിനൊക്കെ മറന്നു പോയിരിക്കുന്നു. ഇത് നമുക്ക് ചാണകത്തിൽ മുക്കി ഉണക്കി 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് നടാം. ഇതാണ് പയറ്. ഞാനും ചേച്ചിയും കൂടി നടാൻ പോകുന്നു. പയർ നടാൻ
ഹരീഷ്. ഞാൻ സെന്റ് ആൻസ് UP സ്കൂളിൽ പഠിക്കുന്നു. ഞാൻ നടാൻ പോകുന്നത് വെണ്ട വിത്താണ്. ഞാൻ പാകാൻ പോണത് ചെറുപയറാണ്. ഞാൻ ഇടാൻ പോവാണ് കൂട്ടുകാരെ. ഇത് ഞാൻ കപ്പലണ്ടി പിണ്ണാക്ക് ചെടികൾക്ക് ഒഴിക്കാൻ വെച്ച പുളിപ്പ വെള്ളമാണ്. നാട്ട സ്മെല്ലും വരുന്നുണ്ട്. ഞാൻ പോവാണ്. ഹായ് ഫ്രണ്ട്സ്, എനിക്കിന്ന് കൃഷി ചെയ്യാനായിട്ട് കുറച്ച് വിത്തുകൾ കിട്ടിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശാന്റെ വീട്ടിൽ നിന്നാണ് എനിക്ക് ഈ വിത്തുകൾ കിട്ടിയത്. വെണ്ടയും പയറും കയ്പയും നമുക്ക് സൂഡോമോണസിലേക്ക് ഇട്ട് വയ്ക്കാം. ഇതിനോടൊപ്പം തന്നെ ഞാൻ പുതിന കൃഷിയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ നടാൻ പോകുന്നത് പാലക്കീരയുടെ വിത്താണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് നാളെയും കാണണം. എല്ലാവർക്കും ബൈ. ശരിയാണ്, മിച്ചത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഈ തൈരിന്റെ ചട്ടിയിലോട്ടാണ് കുഴിച്ചിടുന്നത്. നമ്മുടെ ഇച്ചിരി കറ്റാർവായം കൂടി ബാക്കിയുണ്ടായി, അതൊക്കെ ഈ ചട്ടിയിൽ നട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു. അപ്പം നടാം. ഇത് കറ്റാർവാഴയുടെ ചെടികളാണ്. അപ്പോൾ കറ്റാർവാഴ എന്ന് പറഞ്ഞാൽ കച്ചവടം നടാം. ഇനി 19ാം ദിവസത്തെ കൃഷി ചാലഞ്ച് വീഡിയോയുമായി വരുന്ന